മെയ് ദിനത്തിലാണ് ടിറ്റിമാർ റെയിൽവേയുടെ കടുത്ത അവഗണനയ്ക്കെതിരെ ഇത്തരം ഒരു സമരവുമായി വിവിധ സ്റ്റേഷനുകളിൽ രംഗത്തു വരേണ്ടി വന്നത്. ഇന്ന് സംസ്ഥാനത്താകെ വിവിധയിടങ്ങളിൽ മെയ് ദിന റാലികൾ സംഘടിപ്പിക്കുകയുണ്ടായി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ. മെയ് ദിനത്തിന്റെ ഭാഗമായി ദില്ലി AKG ഭവനിൽ നടന്ന മെയ് ദിനാചരണത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പതാക ഉയർത്തി. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു. 10 വർഷം അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന പശ്ചാത്തലത്തിലാണ് അതിന് ബദലാകാൻ CPIM ശ്രമിക്കുന്നതെന്നും ഓരോ മെയ് ദിനവും അതിന് കരുത്തു പകരുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. पिछले 7 महीने में हमने देखा है कि मोदी सरकार ने पूरी तरह, और यही मुख्य हमारा काम है, कर्तव्य है और लक्ष्य है, और मई दिवस पर इसी बात पर हम शपथ लेके മെയ് ദിവസ് മനാएंगे. സംസ്ഥാനത്തും വിപുലമായാണ് മെയ് ദിന പരിപാടികൾ നടന്നത്. തിരുവനന്തപുരം മോട്ടോർ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ വിപുലമായ മെയ് ദിന റാലി നടന്നു. മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വാഹന റാലി CITU നേതാവ് C ജയൻ ബാബു ഉദ്ഘാടനം ചെയ്തു. CITUവിന്റെ സംസ്ഥാന നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ, KS സുനിൽകുമാർ, P രാജേന്ദ്രകുമാർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. ഓട്ടോ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളും അടക്കം നിരവധി വാഹനങ്ങളാണ് റാലിയിൽ അണിനിരന്നത്. ആംബുലൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പ്രതിനിധീകരിച്ച നിരവധി ആംബുലൻസുകളും റാലിയിൽ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിൽ CIT നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനങ്ങളും നടന്നു. നഗരചത്വരത്തിൽ നിന്ന് രാവിലെ പ്രകടനം ആരംഭിച്ച ടൗൺ ഹാളിന് സമീപം നടന്ന സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്തു. ATC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴയിലെ വിവിധ കേന്ദ്രങ്ങളിലും മെയ് ദിന റാലികൾ നടന്നു. എറണാകുളത്തെ വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പാലാരിവട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ നടന്ന റാലിയും തുടർന്ന് നടന്ന പൊതുസമ്മേളനവും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നടന്ന മെയ് ദിന ചടങ്ങുകൾ AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് നടന്ന മെയ് ദിന റാലിയും പൊതുസമ്മേളനവും മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.